വിപ്ലവങ്ങളും കൂടെ പഠിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട് തെളിവ് സഹിതം എന്നുള്ളത്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അല്ലെങ്കിൽ മുൻപ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം നമ്മൾ എടുത്ത ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കതും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇത് പഠിച്ചു വെച്ചത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് പഠിച്ചു വെച്ചവർക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഏത് രീതിയിൽ ആ ക്വസ്റ്റ്യൻ വന്നതും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി മിസ്സാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം കാണുന്നുള്ളവർ ലാസ്റ്റിലേക്ക് ഒന്ന് അടിച്ച് വിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക. അടുത്ത വിപ്ലവം റഷ്യൻ വിപ്ലവമാണ് കേട്ടോ. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ സ്റ്റോറി ആയിട്ടല്ല, നമ്മളിതൊന്ന് ഈ വേർഡ്സുമായിട്ട് കണക്ട് ചെയ്ത് ഓരോന്ന് പഠിക്കുകയാണ്. റഷ്യൻ എന്നുള്ളത് നമ്മൾ RUSSIAN എന്ന് എഴുതൂല്ലേ. ഈ റഷ്യൻ എന്നുള്ളതിൽ നിന്നും നമുക്ക് എന്തൊക്കെ വേർഡ്സുകൾ ആ വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ആറാണ്. 6 വെച്ചിട്ട് നമുക്ക് റാസ്പുട്ടിൻ എന്നൊരു വേർഡ് ഓർത്ത് വെക്കാം. റാസ്പുട്ടിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വിപ്ലവത്തിനെ കുറിച്ച് വായിച്ചവരെ മനസ്സിലാക്കാൻ പറ്റും. തെമ്മാടിയായ സന്യാസി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത ഒരാളാണ് റാസ്പുട്ടിൻ അല്ലേ. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണക്കാരനായ ആള് എന്നൊക്കെയുള്ള രീതിയിൽ റാസ്പുട്ടിൻ, തെമ്മാടിയായ സന്യാസി എന്നുള്ള ഒരാളെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അടുത്തത് S ആണ് അല്ലേ. S. അപ്പോൾ S 2 S കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് S വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ഷേവിക് പാർട്ടി, ബോൾഷേവിക് മെൻഷേവിക്. അതായത് ഒരു പാർട്ടിയുടെ 2 വിഭാഗങ്ങളാണ് ബോൾഷേവിക് ആൻഡ് മെൻഷേവിക്. അപ്പോൾ ഷേവിക് എന്നുള്ളത് S വെച്ചിട്ട് ആലോചിച്ച് വെക്കുക. പിന്നെ സൺഡേ ആലോചിക്കാം. സൺഡേ S വെച്ചിട്ടുള്ള ഒരു വേർഡല്ലേ സൺഡേ. അപ്പോൾ ഷേവിക് ആലോചിക്കാം, സൺഡേ ആലോചിക്കാം. പിന്നെ സ്ലാവ് എന്നാലോചിക്കാം അല്ലേ. അഖില സ്ലാവ് പ്രസ്ഥാനം റഷ്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ, റഷ്യയിലുള്ളതാണ്. പിന്നെ സാർ എന്നാലോചിക്കാം. സാർ എന്ന് പറഞ്ഞാൽ സാർ ചക്രവർത്തിമാര്. ഏത് വിപ്ലവമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് ചോദിച്ചാൽ സാർ ചക്രവർത്തിമാര് റഷ്യയിലാണ്. അപ്പോൾ ഷേവിക്ക്, ബോൾഷേവിക്, മെൻഷേവിക് ആലോചിക്കാം. സൺഡേ ആലോചിക്കാം. സൺഡേ എന്ന് പറയുന്നത് എന്താ, ബ്ലഡി സൺഡേ എന്നൊക്കെ പറയും. അതായത് രക്തരൂക്ഷിത ഞായറാഴ്ച എന്നൊക്കെ പറയുന്നത് ഈ S വെച്ചിട്ട് സൺഡേനെ കണക്ട് ചെയ്യാം. അത് റഷ്യൻ വിപ്ലവത്തിലുള്ളതാണ്. സൺഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഓർത്ത് വെക്കാം. സൺഡേ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അല്ലേ. കാരണം എന്താ, സൺഡേ ഓഫാണ്. ഓഫ് എന്ന് പറയുമ്പോൾ ആ ഓഫിൽ 2 മാസങ്ങൾ കിട്ടും നമുക്ക്, ഒക്ടോബർ, ഫെബ്രുവരി. അപ്പോൾ ഓഫ് എന്നുള്ളതിൽ നിന്ന് സൺഡേ ഓഫാണെന്ന് ആലോചിച്ചാൽ ഒക്ടോബറും ഫെബ്രുവരിയും കിട്ടും. ഒക്ടോബർ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും ഒക്കെ എന്താണ്, അപ്പോൾ ഒക്ടോബർ വിപ്ലവം ഫെബ്രുവരി വിപ്ലവമൊക്കെ എന്താണ്, റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇനി സാർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാറിനെ ആലോചിക്കുക അല്ലേ. നമ്മുടെ സാറ് നമുക്ക് കുറെ കഥ പറഞ്ഞു തരുന്ന ആളാണ്, മാത്സ് പഠിപ്പിക്കുന്ന സാറ് അല്ലേ. അപ്പൊ മാത്സും സ്റ്റോറിയും നമ്മൾ സാറിനെ ആലോചിക്കുന്ന നേരം ആലോചിക്കുക. സാർ എന്ന് പറയുമ്പോൾ സാർ മാത്സ്, സ്റ്റോറി. അപ്പൊ ലിയോ ടോൾസ്റ്റോയും മാർക്സിസവും റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലിയോ ടോൾസ്റ്റോയ് ആൻഡ് മാർക്സിസം. സാറ് ആലോചിക്കുമ്പോൾ 2 കാര്യങ്ങൾ ആലോചിക്കുക. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും. ഇനി അടുത്ത S ആലോചിക്കുമ്പോൾ മുകളിലേക്ക് 2 S ആണ്. ഷിപ്പും ഷൂക്കും. ഷിപ്പ്, ഷൂക്ക്, അങ്ങനെ 2 വേർഡ് ആലോചിക്കണം S ആലോചിക്കുമ്പോൾ. ഈ ഷിപ്പ് എന്ന് പറയുന്നത് എന്താ, ബാറ്റിൽ ഷിപ്പ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറയുന്ന ഒരു വേർഡിനെ നിങ്ങൾക്ക് ഓർക്കണം, നിങ്ങൾ ഓർമ്മ വരണം. ഷിപ്പ്, ബാറ്റിൽ ഷിപ്പ് എന്ന് ആലോചിക്കണം. ബാറ്റിൽ ഷിപ്പ് അതായത് അതൊരു ചലച്ചിത്രമാണ്, ഒരു ഫിലിമാണ് ഈ റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഇനി ഷൂക്ക് എന്ന് ആലോചിക്കുന്ന സമയത്ത് എന്ത് ഓർമ്മ വരണം, ഷൂക്ക് എന്ന് പറഞ്ഞാൽ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കുലുക്കുക എന്നുള്ളതാണ് അർത്ഥം അല്ലെ, കുലുക്കുക. അപ്പൊ ഷൂക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കിയ. അപ്പോൾ കുലുക്കി സർബത്ത് എന്നൊക്കെ കുലുക്കുക. അപ്പൊ ഷൂക്ക്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന് പറയുന്ന ഒരു കൃതി, ജോൺ റീഡിന്റെ ഒരു കൃതിയാണ് അത് കേട്ടോ. അത് റഷ്യൻ വിപ്ലവമാണ്. അപ്പൊ എന്താ, 10 days that shook the world. 10 days that shook the world. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന് പറയുന്നത് ഏതാണ്, റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ്, ജോൺ റീഡിന്റെ. അപ്പൊ കുലുക്കുക എന്ന് ആലോചിക്കുന്ന നേരം നിങ്ങൾ കുലാക്ക് എന്ന് പറയുന്ന ഒരു വേർഡിനെ ആലോചിക്കണം. കുലാക്ക്.
കുലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ഭൂ ഉടമകളെയാണ് കുലാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റഷ്യയിലുള്ള കേട്ടോ. അപ്പൊ അത് കുലുക്ക എന്നുള്ളപ്പോ കുലാക്ക് ഓർമ്മ വരണം. പിന്നെ എന്താ, ഇനി എ, റഷ്യൻ എന്നുള്ളതിൽ എ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട് അല്ലെ, റഷ്യൻ. ആ എയിൽ എന്തൊക്കെ ഓർമ്മ വരണം? അന്ന കരനീന, അമ്മ. ഇത് രണ്ടും എന്താണ്? കൃതിയാണ് കേട്ടോ. അമ്മ മാക്സിം ഗോർക്കിന്റെയാണ്, അന്ന കരനീന ടോൾസ്റ്റോയിന്റെ കൃതിയാണ്. ഇത് രണ്ടും റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി അമ്മ എന്നാലോചിക്കുന്ന നേരം അതേപോലെ സാമ്യമുള്ള ഒരു പദത്തിനെ ഓർത്തു വെക്കണം, ഡ്യൂമ. അമ്മ ഡ്യൂമ, അമ്മ ഡ്യൂമ. ഡ്യൂമ എന്ന് പറയുന്നത് റഷ്യൻ പാർലമെന്റ് ആണ് കേട്ടോ, റഷ്യൻ പാർലമെന്റ് ആണ് ഡ്യൂമ. പിന്നെ അമ്മേനെ ആലോചിക്കുന്ന നേരം അമ്മ എന്ന് പറയുന്നത് നമുക്കൊരു ഗാർഡിയൻ അല്ലേ അല്ലെ, നമ്മുടെ ഗാർഡിയൻ അല്ലേ നമ്മുടെ അമ്മ. അപ്പൊ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്, അത് റഷ്യയായിട്ട് റിലേറ്റഡ് ആണ്, പെട്രോഗ്രാഡ്. അപ്പൊ ഈ വേർഡുകളൊക്കെയാണ് നിങ്ങൾ ഈ വിപ്ലവത്തിൽ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ അമ്മ എന്ന് ആലോചിക്കുന്ന നേരം അങ്ങനെയാ നമ്മുടെ മൈൻഡിൽ അമ്മ വളരെ സമാധാനമുള്ള ഒരാളാണ്, ക്ഷമയും സമാധാനമൊക്കെ ഉള്ള ഒരാളാണ്. അതേപോലെ യുദ്ധം ചെയ്യാനും ബാരിയർ അല്ലെ, ലോകത്തെ ഏറ്റവും വലിയ പോരാളി, യുദ്ധം ചെയ്യുന്ന ആളും അമ്മ തന്നെയാണ്. അപ്പോൾ വാർ ആൻഡ് പീസും അമ്മേനെ ആലോചിക്കുമ്പോൾ ഓർമ്മ വരണം. അമ്മ ഡ്യൂമ അതേ ഒരു പദം, വാർ ആൻഡ് പീസ് പെട്രോഗ്രാഡ്, ഇതൊക്കെ അമ്മേനെ ആലോചിക്കുമ്പോൾ ഓർക്കണം. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. വാർ ആൻഡ് പീസ് ടോൾസ്റ്റോയിന്റെ ഒരു റഷ്യൻ വിപ്ലവം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഡ്യൂമ പാർലമെന്റ് ആണ്. അമ്മ മാക്സിം ഗോർക്കിന്റെ ഒരു കൃതിയാണ്. അപ്പൊ ഇതൊക്കെ റഷ്യൻ വിപ്ലവമാണ്. എൻ എന്ന് പറയുമ്പോൾ നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിനെ ഓർക്കുക, അത് റഷ്യൻ വിപ്ലവത്തിലുള്ളതാണ്, അല്ലെങ്കിൽ റഷ്യയിലുള്ള ചക്രവർത്തിയാണ്. അപ്പൊ ഇത്രയും റഷ്യൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റണം. ഏതൊക്കെയാ? 6 റാസ്പുട്ടിൻ, എസ് ഒരുപാടുണ്ട്, ബോൾഷെവിക്, മെൻഷെവിക്, ഷേവിക് പാർട്ടി, സൺഡേ ആലോചിക്കുന്ന ഓഫ് ആലോചിക്കണം, ഓഫുള്ള മാസം ഒക്ടോബർ, ഫെബ്രുവരി. പിന്നെ സ്ലാവ് പ്രസ്ഥാനം, സാറിനെ ആലോചിക്കുന്നേരം മാക്സും സ്റ്റോറിയും ആലോചിക്കണം, മാക്സിസം, ടോൾസ്റ്റോയ്. പിന്നെ ഷിപ്പ് ബാറ്റിൽ ഷിപ്പ് ആലോചിക്കണം. പിന്നെ ഷൂക്ക് എന്ന് പറയുമ്പോൾ കുലുക്കുക എന്നാലോചിക്കുക, 2 കാര്യങ്ങൾ കിട്ടും ഷൂക്ക്. എന്താ അത്? 10 days that shook the world എന്ന് പറയുന്ന ഒരു കൃതിയും. പിന്നെ എന്ത് കിട്ടും? കുലാക്ക് എന്ന് പറയുന്ന ഒരു വേർഡ്. കുലാക്ക് എന്ന് പറയുന്ന ഭൂവുടമകളാണ് റഷ്യൻ വിപ്ലവം. പിന്നെ എ വെച്ച് ആലോചിക്കുമ്പോൾ അന്ന കരനീന, അമ്മേനെ ആലോചിക്കുമ്പോൾ ഡ്യൂമ, വാർ ആൻഡ് പീസ്, പെട്രോഗ്രാഡ്. പിന്നെ എന്നെ വെച്ച് ആലോചിക്കുമ്പോൾ നിക്കോളാസ്. അപ്പോൾ റഷ്യൻ എന്നുള്ളതിൽ നിന്നും ഇത്രയും വേർഡുകൾ നമ്മൾ കളക്ട് ചെയ്തു. അതൊക്കെ റഷ്യൻ വിപ്ലവത്തിന് റിലേറ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം നോക്കാം. ഫ്രഞ്ച് വിപ്ലവം അഥവാ ഫ്രണ്ട്സ് വിപ്ലവം എന്നാലോചിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ആരൊക്കെയായിരിക്കും ഫ്രണ്ട്സ്? ലൂയി സായി ഫ്രണ്ട്സ് ആണ്. അവര് ബോറടിച്ചപ്പോൾ ബാറ്റും എടുത്തിറങ്ങി. എവിടെയാ? MVR ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ടെന്നീസ് കോർട്ടിലേക്ക്. ലൂയി സായി ഫ്രണ്ട്സ് ആണ്. ബോറടിച്ചപ്പോൾ ബാറ്റ് എടുത്ത് ടെന്നീസ് കളിക്കാൻ ഇറങ്ങി. MVRന്റെ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലാണ് പോയത്. അവിടെ എത്തിയപ്പോൾ എന്താ സ്ഥിതി? അവിടെ ഒരു മനുഷ്യരും ഇല്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ അതിശയായി, ഇതെന്താ ഒരു മനുഷ്യരും ഇല്ലാതെ കളിക്കാനൊന്നും. അപ്പോൾ അളിയൻ ജേക്കബിനെ വിളിക്കും കേട്ടോ. ലൂയി അളിയൻ ജേക്കബിനെ വിളിക്കും. ജേക്കബ് അളിയനെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ ഇവിടെ സംഭവം? ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ജേക്കബ് അളിയൻ പറയാണ്, എടാ ഇത് സെപ്റ്റംബർ മാസമല്ലേ, നൈറ്റിൽ ഒരു ഭീകരൻ ഇറങ്ങുന്നുണ്ട് അല്ലേ. സെപ്റ്റംബർ മാസത്തിൽ അവിടെ ഒരു ഭീകരൻ ഇറങ്ങും. ടിപ്പു എന്നാണ് ഭീകരൻ്റെ പേര് കേട്ടോ. ടിപ്പു എന്ന് പറഞ്ഞൊരു ഭീകരൻ ഇറങ്ങും നൈറ്റിൽ. സെപ്റ്റംബർ മാസമല്ലേ, അത് സ്ഥിരമാണ് അവിടെ. അപ്പോൾ സെപ്റ്റംബർ മാസമായതുകൊണ്ട് നൈറ്റിൽ ഒരു ഭീകരൻ ഇറങ്ങും. അയാൾ തൈലമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഡാൻസൊക്കെ കളിച്ച് തിത്തൈന്ന് ഡാൻസൊക്കെ കളിച്ച് തൈലമൊക്കെ ഇടും ശരീരത്തിൽ. ഈ വഴുതി പോകാൻ വേണ്ടിയിട്ട് കള്ളന്മാരൊക്കെ പണ്ട് തൈലം ഇട്ടിട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ അയാൾ ഭീകരനാണ്. എന്നാലും എന്താ തൈലമൊക്കെ ഇട്ടിട്ടാണ് അയാൾ ഇറങ്ങുന്നത്. ഒരു ബെല്ലുണ്ട് അയാളുടെ കയ്യിൽ. പിന്നെ എന്തുണ്ട്? ഗില്ലറ്റിനും ഉണ്ട്. ഗില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ് കേട്ടോ. ഗില്ലറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അയാളുടെ കയ്യിൽ ഗില്ലറ്റിനുണ്ട്. അയാൾ ബെല്ലടിച്ചിട്ട് തിത്തൈ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് തൈലമൊക്കെ ഇട്ടിട്ടാണ് അയാൾ വരിക. അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആരും പുറത്തിറങ്ങാത്തത്. സുരക്ഷയെ പിടിച്ച് അവനവൻ്റെ ഒരു സുരക്ഷയ്ക്ക് അവനവന് പേടി ഉണ്ടാവില്ലേ. ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല. സുരക്ഷയെ കരുതി പുറത്തിറങ്ങാണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ എസ്റ്റേറ്റിൽ ഒളിച്ചിരിക്കുക, നിങ്ങളും പോയി ഓടി രക്ഷപ്പെട്ടോ, എവിടെയെങ്കിലും ഒളിച്ചിരുന്നോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ആ കഥയൊന്ന് മനസ്സിലേക്ക് ഓർത്ത് വെച്ചോ. ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രണ്ട്സ് വിപ്ലവം എന്നുള്ള ആലോചിക്കുക. ലൂയി 14, 15, 16 ഫ്രഞ്ചിലുള്ള ഭരണാധികാരികൾ അല്ലേ. സായി എന്ന് പറയുന്നത് വേഴ്സായി കൊട്ടാരത്തിനെയാണ് സായി എന്ന് പറയുന്നത്. ഓക്കെ,
വേഴ്സായി കൊട്ടാരം. ബോറടിച്ചപ്പോൾ ഫ്രഞ്ചിലെ രാജവംശമാണ് ബൂർബൺ രാജവംശം. ഓക്കെ, ഫ്രഞ്ചിലെ രാജവംശമാണ് ബൂർബൺ രാജവംശം. ബാറ്റ് എടുത്ത് ടെന്നീസ് കോർട്ട് പോയി. MVR ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള, MVR എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിലേ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ബാറ്റ് എന്ന് പറഞ്ഞാൽ ബാസ്റ്റിയൻ ജയിൽ, ബാസ്റ്റിയൻ കോട്ട അല്ലേ, ബാസ്റ്റിയൻ കോട്ട, ബാറ്റ്. MVR എന്നുള്ളത് ഫ്രഞ്ചിലുള്ള തത്വചിന്തകന്മാരാണ്. ആരൊക്കെയാണ്? മൊണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ. എപ്പോഴും നിങ്ങൾ കേൾക്കുന്നവരായി ഇവർ 3 പേരും അല്ലേ. ഫ്രഞ്ച് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർ, ബിഗിനേഴ്സ് ഉള്ളവർക്ക് മനസ്സിലാവും. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ചിലുള്ളതാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഫ്രഞ്ച് വിപ്ലവമാണ്. അളിയൻ ജേക്കബ്, ഏതാണ്? അളിയൻ നെപ്പോളിയൻ ഫ്രഞ്ചിലുള്ള ആളാണ് അല്ലേ, ഫ്രഞ്ച് വിപ്ലവത്തില്. ജേക്കബ് എന്ന് പറയുമ്പോൾ ജാക്കോബിയൻ ക്ലബും ജെറോണ്ടിസ്റ്റ് ക്ലബും ഓർത്തു വെക്കണം കേട്ടോ. ജാക്കോബിയൻ ക്ലബും ജെറോണ്ടിസ്റ്റ് ക്ലബും. ഭീകരവാഴ്ചക്കാലം ഫ്രഞ്ചിലുള്ളതാണ്. സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവം റിലേറ്റഡ് ആയിട്ടാണ്. അസൈനാറ്റ് എന്ന് പറയുന്നത് നൈറ്റിലാണ്, സെപ്റ്റംബറിൽ ഭീകരൻ ഇറങ്ങാൻ നമ്മൾ പറഞ്ഞല്ലോ. അസൈനാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ കറൻസിയാണ് കേട്ടോ. ഫ്രഞ്ചിലുള്ള ടിപ്പു ഫ്രഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് അല്ലേ. പിന്നെ പൊതുസുരക്ഷാ കമ്മിറ്റി ഫ്രഞ്ച് വിപ്ലവമാണ്. ഗില്ലറ്റിൻ അതൊരു ഉപകരണമാണ്, ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഉപകരണം. പിന്നെ ബെല്ല് തിത്തൈ കളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബെല്ലടിച്ച് തൈലം പുരട്ടി തിത്തൈ എന്ന് പറയുന്നത്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഉൾക്കൊള്ളിക്കാതെ വേറെ വകുപ്പില്ല. ഗ്യാബെല്ല്, തൈലം, ഗ്യാബെല്ല്, തിതെ, ഇതൊക്കെ ഇവിടുത്തെ നികുതികളാണ് കേട്ടോ. ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട നികുതികളാന്ന് വെച്ചാൽ ഗ്യാബെല്ല, തൈല, തിതെ, ഇതൊക്കെ നികുതികളാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്തുള്ള കേട്ടോ. പിന്നെ എസ്റ്റേറ്റ്, 3 തട്ടുകളായിട്ട് ആളുകളെ തിരിച്ചിട്ടുള്ളത് എസ്റ്റേറ്റ്, അതും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഓർത്തോ, ഫ്രഞ്ച് വിപ്ലവം, ഫ്രണ്ട്സ് വിപ്ലവം ആലോചിക്കുക. ലൂയി 14-15-15, വേഴ്സായി 16, വേഴ്സായി കൊട്ടാരം, ബൂർബൺ രാജവംശം, ബാസ്റ്റിയൻ കോട്ട, MVR മൊണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, മനുഷ്യാവകാശ പ്രഖ്യാപനം, നെപ്പോളിയൻ ബൊണാപ്പാർട്ട്, ജാക്കോബിയൻ ആൻഡ് ജെറോണ്ടിസ്റ്റ് ക്ലബ്ബ്, ഭീകരവാഴ്ചക്കാലം, ടിപ്പു സുൽത്താൻ, സെപ്റ്റംബർ കൂട്ടക്കൊല, അസൈനാറ്റ്, എസ്റ്റേറ്റ്, ഗില്ലറ്റിൻ, പൊതുസുരക്ഷാ കമ്മിറ്റി, ഗ്യാബെല്ലെ, തൈലെ, തിതെ. ഇത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അടുത്ത നമുക്ക് ചൈനീസ് വിപ്ലവം നോക്കാം. ചൈനീസ് വിപ്ലവം, ചൈന എന്നുള്ള വേർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചൈന വെച്ചിട്ടൊരു കഥയൊന്നും എനിക്ക് മൈൻഡിൽ കിട്ടിയില്ല. അപ്പം ഞാൻ ചൈനയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ട്, നമ്മൾ ചൈന എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള എന്താ? ചൈന വൻമതിൽ അല്ലേ. അപ്പം ഞാൻ ആ മതിൽ വെച്ചിട്ട് കുറച്ച് വേർഡ്സിനെയൊക്കെ കണക്ട് ചെയ്തു. എന്താ അത്? നമ്മളൊരു മതിൽ കെട്ടുക അല്ലേ. എന്തിനാണ് നമ്മൾ മതിൽ കെട്ടുന്നത്? നമ്മളിങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൂട്ട് നടത്താണ്ടിരിക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടി അങ്ങ് അടച്ചു കളയും അല്ലേ. അപ്പം മതിൽ കെട്ടുന്നത് നമ്മളിങ്ങനെ ആൾക്കാർ ഇങ്ങനെ റൂട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് എന്നോർക്കുക. ഒരു വീടൊക്കെ ഉണ്ടാക്കി നമ്മൾ മതിൽ കെട്ടുന്നത് എന്തിനാണ്? വീട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കാണ്ട് മതിൽ കെട്ടി നമ്മൾ അടയ്ക്കും അല്ലേ. ആ വീടിനെ ഓപ്പൺ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി മതിൽ കെട്ടി അടയ്ക്കും അല്ലേ. അപ്പം ചൈനയിലെ വൻമതിൽ വെച്ചിട്ട് ഒന്ന് ഓർത്ത് നോക്കുക. റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി, ഓപ്പൺ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ മതിലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മാർച്ച് പാസ്റ്റ് നടത്തുന്ന ഒന്ന് ആലോചിച്ചു. മാർച്ച് പാസ്റ്റ് നടത്താം മതിലിൻ്റെ മുകളിൽ കൂടെ കേട്ടോ. മതിൽ മാർച്ച്, അങ്ങനെ ആലോചിക്കേ. മതിൽ മാർച്ച്. പിന്നെ എന്താ? മതിലിന് 2 ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് ബോക്സിങ് നടന്നു കൊടുക്കുകയാണ്, ഒരു ഭാഗത്ത് ക്യാൻറ്റീനിൽ പാർട്ടി നടക്കുകയാണ് എന്ന് ആലോചിക്കുക. ഒരു ഭാഗത്ത് മതിലിൻ്റെ ഒരു ഭാഗത്ത് ബോക്സിംഗ് ആണ്, ഒരു ഭാഗത്ത് ക്യാൻറ്റീനിൽ പാർട്ടി നടക്കുകയാണ് എന്ന് ആലോചിക്കുക. അപ്പം ഇത്രയും മതിലിനെ ഒന്ന് കണക്ട് ചെയ്യണേ. അപ്പോൾ നോക്കിക്കോ, റൂട്ട് അടിക്കാതിരിക്കാൻ എന്ന് പറയുന്നത് എന്തിനാ? മതിലിന് സിൽക്ക് റൂട്ട്, പട്ടുപാത, ചൈനീസ് വിപ്ലവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പദമാണ് കേട്ടോ. പിന്നെയോ ഓപ്പൺ ഡോർ പോളിസി,
ഓപ്പൺ ഡോർ പോളിസി ചൈനയുടേതാണ്. പിന്നെ എന്താ, ബോക്സർ കലാപം ചൈനയുടേതാണ്. ലോങ് മാർച്ച് ചൈനയായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ എന്താണത്, കാൻഡൻ കറുപ്പ് പാർട്ടി അതും ചൈനയായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ചൈന എന്ന് പറയുമ്പോൾ ചൈനയെ ഓർക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ വൻമതിലിനെ ഓർക്കുക. മതിലിന് 2 ഭാഗമുണ്ട്, അപ്പുറത്ത് ബോക്സിങ്, ഇപ്പുറത്ത് പാർട്ടി നടക്കുന്നത്. കാൻഡൻ കറുപ്പ് പാർട്ടി, മറ്റേത് ബോക്സർ കലാപം. പിന്നെ നടുവിലുള്ള മതിലിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പം നമ്മൾ മാർച്ച് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് എന്നുള്ളത് ആലോചിക്കുക. അപ്പം ലോങ് മാർച്ച്. പിന്നെ മതിൽ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സിൽക്ക് റൂട്ട്, മതിലിങ്ങനെ നമ്മൾ ഓപ്പൺ ആവാണ്ടിരിക്കാൻ വേണ്ടി കെട്ടുന്നതാണ് മതിലല്ലേ. അപ്പോൾ ഓപ്പൺ ഡോർ പോളിസി. പിന്നെ ചൈനയിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണേ. ഈ മാർച്ച് നടത്തുന്നത് നമ്മൾ പറഞ്ഞില്ല, മതിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മാർച്ച് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 3 ജനങ്ങളാണ് എന്നുള്ള ആലോചിക്കണേ. അപ്പോൾ 3 പീപ്പിൾ ആണ് എന്നുള്ള ആലോചിക്കണം മാർച്ച് നടത്തുന്നത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വിട്ടുപോയതാണ് എന്നോട്. അപ്പോൾ 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ട് ഞങ്ങൾക്ക് 3 പീപ്പിൾസ് ആണ് പിന്നെ മാർച്ച് നടത്തിയതെന്നും കൂടെ ഉള്ളതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചൈനയെ കണക്ട് ചെയ്യുക ഈ ഒരു വൻമതിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ, വേർഡൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ വിപ്ലവങ്ങളിലുള്ള അറിയേണ്ട കുറേ പ്രധാനപ്പെട്ട വേർഡുകൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കുക. ഞാനിതവിടെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. കൊടുത്ത കാര്യങ്ങൾ നോക്കി നോക്ക്. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവമായിട്ട് റിലേറ്റഡ് ആണ്. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷാണ്. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ ചൈനീസ് വിപ്ലവമാണ്. പിന്നെ 10 ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് ഫ്രഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഷൂക്ക് എന്നുള്ള വേർഡ് റഷ്യനിലാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ അത് കിട്ടി. അതിപ്പോൾ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ വരിക. അടുത്തതും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. തൈലെ തിതെ ഗ്യാബലിലെ നികുതികൾ, പ്രൈഡ് പർച്ച്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ ഓരോന്ന് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തത് ജോവാൻ ഓഫ് ആർക്ക് ഏത് വിപ്ലവമാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ലോങ് പാർലമെൻറ്റ് ഏത് രാജ്യത്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ദ ഷുഗർ ആക്ട്, ഗ്രീൻ റിബൺ, ഇത് നേരത്തെ ചോദിച്ച അതേ ഇത് റംബ് പാർലമെൻറ്റ് ഏത് വിപ്ലവമാണ്. ടൗൺഷൻ നിയമം ഏത് വിപ്ലവമാണ്. പിന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവത്തിലെ മുദ്രാവാക്യമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന ഉടമ്പടി ഏതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നു പോയ രാജവംശം ബൂർബൺ രാജവംശമാണ് അല്ലേ. പഠിച്ചതുകൊണ്ടാണ് വേഗം പോകുന്നത്. ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് നോക്കണേ. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഏതാ, ഫ്രഞ്ച്. ബാസ്റ്റിലൻ ജയിലിൻ്റെ പതനം ഫ്രഞ്ച്. ടെന്നീസ് കോർട്ട് ഏതാ, ഫ്രഞ്ച്. റഷ്യൻ പാർലമെൻറ്റ് നമ്മൾ ലാസ്റ്റ് പഠിച്ച ഡ്യൂമ. കൂട്ടുകൃഷി സമ്പ്രദായത്തെ എഴുത്ത ഭൂ ഉടമ കുലുക്കിയത് ഷൂക്ക് ദ വേൾഡും കുലാക്കും ഒക്കെ പഠിച്ചത് റഷ്യയിലാണ് അല്ലേ. അടുത്തത് രക്തരൂക്ഷിത ഞായറാഴ്ച സൺഡേ പഠിച്ചത് റഷ്യയിലാണ്. പിന്നെ അഖില സ്ലാവ് പഠിച്ചത് റഷ്യയിലാണ്. കറുപ്പ് വ്യാപാരം നമ്മൾ ചൈനയിലാണ്, കാൻഡൻ കറുപ്പ് പാർട്ടിയിലെ. ബോക്സർ കലാപം മതിലിൻ്റെ ബോക്സിങ് പറഞ്ഞത് ചൈനയിലാണ് അല്ലേ. മതിലിൻ്റെ അപ്പുറത്തും ബോക്സിങ് നടക്കുന്നതെന്ന് പറഞ്ഞത് ചൈനയിലാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്രയും വിപ്ലവങ്ങൾ പഠിച്ചു. അപ്പോൾ വിപ്ലവകാലത്തുള്ള പിന്നെ പല തത്വചിന്തകരും നിങ്ങളത് കൃത്യമായിട്ട് വായിക്കുക. ആ വിപ്ലവം നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ തത്വചിന്തകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ വിപ്ലവങ്ങളിലും എല്ലാ തത്വചിന്തകന്മാരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ വിപ്ലവത്തിൽ നമ്മൾ ജോൺ ലോക്കിനെ കുറിച്ചും തോമസ് പെയിൻ്റെ ലഘുലേഖ, കോമൺ സെൻസ് എന്നൊരു ലഘുലേഖയെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്നുള്ളത് നോക്കി വെക്കണം. പിന്നെ ജോൺ ലോക്ക് അമേരിക്കൻ വിപ്ലവത്തിനെ കുറിച്ച് പറയുന്ന സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കൻ വിപ്ലവം പഠിക്കുന്ന സമയത്ത് ജോൺ ലോക്ക് അദ്ദേഹം അമേരിക്കൻ വിപ്ലവത്തിനെ കുറിച്ച് പറയുന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതൊക്കെ പ്രധാനപ്പെട്ട കുറേ ഇവരുടെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കുറേ കോഡ്സുകളാണ്. അപ്പോൾ പിന്നെ റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ നമ്മളിപ്പോൾ ഫ്രഞ്ചിൽ പഠിച്ചു. അപ്പോൾ അവർ പറയുന്ന കുറേ കോഡ്സുകളുണ്ട്, അതൊക്കെ ഓർത്ത് വെക്കണം. അതൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ തത്വചിന്തകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വിപ്ലവങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുകയും ഒരുപാട് കോഡ്സ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ അതും കൂടെ നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ വിപ്ലവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് ഒന്നും കൂടെ ഒന്ന് നോക്കി വെക്കണം. നമ്മൾ പറഞ്ഞ ആളുകളെ തന്നെ അവർ ഏതൊക്കെ വിപ്ലവങ്ങളെക്കുറിച്ച് എന്തൊക്കെ കോഡ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കി വെക്കണേ.